നന്ദി വേണോടാ, നന്ദി. എന്നിട്ട് വീട്ടിൽ വരുന്ന എല്ലാവരെയും ആന്റിയമ്മ വിളിച്ച് ചോറ് കൊടുക്കുന്നില്ലല്ലോ. ഞാൻ ചന്ദ്രുവിന്റെ ചങ്ങാതിയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ എന്നെ സ്വീകരിച്ചത്. എനിക്ക് നിന്നോട് നന്ദി ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ അങ്ങനെ വലിയ ആളായി സംസാരിക്കണ്ട. ഞാൻ ചെറിയ ആളാ ചന്ദ്രു, ആരും ഇല്ലാത്ത അനാഥ. എല്ലാവരും ഉള്ള നീ അനാഥനാകരുതെന്നായി എന്റെ ആഗ്രഹം. ഇതിലേതെങ്കിലും ഒരു വിരലിൽ തൊടാമോ? നിനക്ക് ഇഷ്ടമുള്ളതിൽ തൊട്ടോ. എന്താടാ? സമാധാനമേ, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. വിശ്വാസമുള്ള വിരലില്ല നീ തൊട്ടോ. നിനക്കപ്പോ സംശയമായിരുന്നല്ലേ? സംശയമായതുകൊണ്ടല്ല, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി. എന്തിനു വേണ്ടിയാ നീ ഇപ്പൊ ഈ ടെസ്റ്റ് നടത്തിയത്? ചന്ദ്രുവിന് എന്നെ വിശ്വാസമുണ്ട്, സ്നേഹവും ഉണ്ട്. ഞാൻ പറയുന്നതെല്ലാം നീ അതുപോലെ അനുസരിക്കൂ. അതുപോലെ ചോദിച്ചാ ഒന്ന് ആലോചിക്കും, എന്നിട്ട് കുഴപ്പമാവില്ല എന്ന് തോന്നുന്നത് അനുസരിക്കും. അത് കേട്ടാ മതി. കാര്യം എന്താന്ന് പറ. ചന്ദ്രുവിന് എന്നെ വിശ്വാസമുണ്ട്, പക്ഷെ ഞാൻ പറയുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയതിന് ശേഷമേ വേണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കും. അതിനെന്താ കുഴപ്പം? അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെ തന്നെയാണ്. എന്നാ ആന്റിയമ്മയുടെ കാര്യത്തിൽ അങ്ങനെയല്ലാത്ത എന്താ? പുള്ളിക്കാരി എന്ത് പറഞ്ഞാലും നീ രണ്ടാമൊന്നും നോക്കാതെ അതേ പടിയങ്ങ് ചെയ്യും. ഇത്രയും നാൾ ചെയ്തിട്ടോ എപ്പോഴും നീ കുഴി ചെന്ന് ചാടിയിട്ടുമുണ്ട്. അതിനാണോ നീ ആന്റി ഉമ്മയെ ചതിച്ചത്? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടന്നതെല്ലാം വിളിച്ചു പറഞ്ഞതോടെ ആന്റി ഉമ്മ ഒറ്റപ്പെട്ടില്ലേ? അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ചന്ദ്രു. ആ അമ്മൂമ്മയുടെ കണ്ണില് ഇരുട്ട് കയറിയിരിക്കുക. അവരെന്തും ചെയ്യും, ആരെയും വകവരുത്തും. ആ അങ്കിളുമാര് വന്ന് രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആ കടയിലെ തീപ്പെട്ട് മരിച്ചു പോയില്ലായിരുന്നു. ആരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയാ എന്നെ കൊലക്കി കൊടുക്കാൻ പരിപാടി ഇട്ടത്. വിരോധമുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ആന്റി അമ്മൂമ്മ ആരെയും നശിപ്പിക്കും. തരം കിട്ടിയാൽ നിന്നെ ഇല്ലാതാക്കും. അതേടാ, ജുവനൈൽ ഹോമില് ഇതേ സ്വഭാവമുള്ള ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ കാര്യം നടക്കണമെന്നേ ഉള്ളൂ. ആര് ചത്താലും കൊന്നാലും ഒരു പ്രശ്നമില്ല. ആന്റി അമ്മൂമ്മ അതുപോലെ. അവർക്ക് അവരോട് മാത്രമേ സ്നേഹമുള്ളൂ. നിന്നെ എന്നെയും സ്വന്തം കാര്യത്തിൽ ഉപയോഗിക്കുക. നിന്റെ മമ്മി നിന്നെ എടുത്തിട്ട് തല്ലിയപ്പോ ആന്റി അമ്മൂമ്മ വന്നോ രക്ഷിക്കാൻ? വരില്ല. ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കിക്കോ അവരാരാണ്. എങ്കിൽ എനിക്കതൊന്ന് പരീക്ഷിക്കണം. ആന്റി ഉമ്മ ഏത് പ്രശ്നത്തിലും എന്റെ കൂടെ നിക്കോ ഇല്ലെന്ന് എനിക്കറിയണം. ഞാനൊരു ടെസ്റ്റ് നടത്തും. അന്നേരം അറിയാം എന്താ ആ മനസ്സിലെന്ന്. നീ പറഞ്ഞതാണ് ശരിയെങ്കില് ആന്റി ഉമ്മയെ ഞാൻ എന്നേക്കുമായി മറക്കും. ആ പേര് വെട്ടും. പക്ഷെ നീ പറഞ്ഞ തെറ്റാണെങ്കിലോ? തെറ്റാവത്തില്ല ചന്ദ്രു. ഒരു അപകട സമയം വരുമ്പോ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി അവര് നിന്നെയും തള്ളി പറയും. പറഞ്ഞില്ലെങ്കിൽ നിനക്കുള്ള ശിക്ഷ എന്തായിരിക്കണം? എങ്ങനെ വേണമെങ്കിലും നിനക്ക് എന്നെ ശിക്ഷ. അടിക്കോ ഇടിക്കോ ഓടിച്ചു വിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് പിന്നെ തീരുമാനിക്കാം. എന്തായാലും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. റിസൾട്ട് നോ ആണെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. എന്തു പറ്റി ചന്ദ്രമോനെ? കിടക്കുന്ന എന്താ? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്, പറ. ഞാനാകെ ഡെസ്പ ആന്റി ഉമ്മേ. ഞാനുള്ളപ്പോ ചന്ദ്രമോൻ നിരാശപ്പെടാനോ? അത് ഞാൻ സമ്മതിക്കില്ല. ആ, നീ കാര്യം പറ. ഏലിയാസിന്റെ കാര്യമാ. എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷെ പോരാ, തണുപ്പനാ. ഇപ്പോഴിങ്ങനെ തോന്നാൻ? ഏൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം അവൻ ഭംഗിയായി ചെയ്തിട്ടുണ്ടോ? എല്ലാം ചീറ്റിപ്പോയില്ലേ? അവനെ കൊണ്ട് അതിനപ്പുറമുള്ള പണി നമ്മൾ ചെയ്യിക്കും. സമയമാവട്ടെ. വേണ്ട ആന്റി ഉമ്മ, നടക്കാത്ത കാര്യമാണ്.
വെറുതെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവനെ നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ചിട്ട് എന്താ കാര്യം? ഫ്രണ്ടൊക്കെയാ കാര്യം ശരി. പക്ഷെ അവൻ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ പറയുന്നതൊക്കെ വെറുതെ എന്തിനാ അനുസരിക്കുന്നതെന്ന്. ഏലിയാസിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. ഗുണമോ? ആ, നമ്മൾ ഇതുവരെ അവൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പിന്നെ നല്ല ഭക്ഷണം, ഡ്രസ് പോരെ? പോരാ ആന്റി ഉമ്മ, പണം കൊടുക്കണം. അതെന്തിനാ? ചെറിയ പണിയൊന്നും അല്ല. ആന്റി ഉമ്മ അവനെ ഏൽപ്പിച്ചതല്ല, കൊട്ടേഷനാണ്. അതിന് ഫുഡോ ഡ്രസ്സോ പോരാ, ക്യാഷ് കൊടുക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു എമൗണ്ട് ഏലിയാസിന് കൊടുക്കാം. അവൻ പൈസ ചോദിച്ചോ? ഇല്ല, പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, എന്നിട്ട് ഒരു ജോലി ഏൽപ്പിക്കുന്നു. അപ്പോ അറിയാം ചെയ്യോ ഇല്ലെന്ന്. ശരി, എത്ര രൂപ കൊടുക്കാനാ ഉദ്ദേശം? ഒരു 5, അത് വേണ്ട, ഒരു 10,000 റുപ്പീസ്. ഒരു 5, അത് വേണ്ട, ഒരു 10,000 റുപ്പീസ്. 10,000 രൂപയോ? അതെ, എന്താ? ചന്ദ്രു, അതൊരു ചെറിയ തുകയല്ല. കൊടുക്കുമ്പോ ഒരു അട്രാക്ഷൻ വേണം. ആ പൈസയും കൊണ്ട് ചെറുക്കം മുങ്ങിയാലോ? പോട്ടെ, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു. ഒയ്യോ, അതൊന്നും ശരിയാവില്ല. ശരിയാവും. ചന്ദ്രു വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. കണ്ടോ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ആന്റി അമ്മൂമ്മ മൈൻഡ് ചെയ്യുന്നില്ല. എന്റെ ഐഡിയ എന്താ, മോശമാണോ? അതുകൊണ്ടല്ല. അപ്പൊ എന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളൂ? അതല്ല മോനു. എന്നാ 10,000 രൂപ ഏലിയാസിന് കൊടുക്കണം. പൈസ എവിടുന്ന? അതിനല്ലേ ആന്റി ഉമ്മയോട് പറഞ്ഞത്, സംഘടിപ്പിക്കണം. ഉടനെ വേണവും താനും. 10,000 രൂപ പെട്ടെന്ന് ഒപ്പിക്കാന്ന് വെച്ചാൽ ക്യാഷ് ഇരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം. എവിടെ? പപ്പയുടെ പേഴ്സ്. നിനക്ക് വേണ്ടിയല്ലേ? ജെപ്പിയുടെ പേഴ്സും തന്നെ അടിച്ചു മാറ്റാം. അതാവുമ്പോ ദോഷമില്ലല്ലോ. എനിക്കറിയായിരുന്നു ആന്റി ഉമ്മ എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന്. റിസ്ക് ആണ്, പക്ഷെ ഞാനത് ചെയ്തിരിക്കും. ഇതെന്താ ചന്ദ്രു? പൈസ കാണാമേലേ? ആദ്യം നീ ഇത് വാങ്ങ്. എന്തിനാന്ന് പറയാതെ ഞാൻ വാങ്ങില്ല. ആന്റി ഉമ്മയുടെ മനസ്സിലിരിപ്പ് അറിയാനുള്ള പരീക്ഷണത്തിൽ നീ ജയിച്ച ഈ പണം നിനക്ക്. അഥവാ നീ പറഞ്ഞ തെറ്റാണെങ്കിൽ ഇതുപോലെ തിരിച്ചു തരണം. ദാ പിടിക്ക്. നീ തന്നെ കൈ വെച്ചിരുന്ന ഒരുപാട് പൈസ കാണുന്നത് തന്നെ എനിക്ക് പേടി. അതെന്താ? പണമാടാ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിനുവേണ്ടി ചാവാനും കൊല്ലാനും മടിക്കില്ലാരും. ആന്റി അമ്മ തന്നെ എന്തിനാ ഈ ക്രൂരതകളെല്ലാം കാണിക്കുന്നത്? മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കിയിട്ട് അവരുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ. നിർത്ത്. ഇനി ആന്റി ഉമ്മയെ പറ്റി ഒന്നും പറയണ്ട. ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. ഇനി അതിന്റെ ഫലം അറിയട്ടെ. എപ്പ അറിയും? മിക്കവാറും ഇന്ന് തന്നെ. അപ്പൊ ഈ ക്യാഷ് നീ തന്നെ അങ്ങ് വെച്ചാ മതി. നീ എന്താ ചപ്പാത്തി കഴിക്കാത്തത്? എനിക്ക് നൂഡിൽസ് മതിയായിരുന്നു. ഇതാ നിന്റെ സ്വഭാവം. ഇന്നലെ ബ്രെഡ് എടുത്തു വെച്ചപ്പോ ചപ്പാത്തി വേണം, ഇന്നിപ്പോ ചപ്പാത്തി എടുത്തു വെച്ചപ്പോ നൂഡിൽസ് വേണോന്നായി. നീ വേഗം കഴിച്ചേ. ഇന്നെന്താ കുട്ടൂസിനൊരു മൂഡ് ഔട്ട്? എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലോ. എന്താ മോനെ? ആ, അവനൂടെ പ്ലേറ്റ് എടുത്തോ മോളെ. വേണ്ട. എന്തു പറ്റി? എന്റെ പേഴ്സിൽ നിന്ന് താൻ പൈസ വല്ലതും എടുത്തോ? ഇല്ല. പിന്നെ എവിടെ പോയി?
പൈസ കാണുന്നില്ലേ? ഒന്നും രണ്ടുമല്ല, 10,000 രൂപ മിസ്സായത്. ഈശ്വര, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് കൊടുത്തിരുന്നോ എന്ന് ഓർത്തു നോക്ക്. ഇല്ലച്ചാ, ഇന്ന് പോയിടത്തൊക്കെ ഒന്ന് അന്വേഷിച്ചോ? ഞാൻ എങ്ങും പോയിട്ടില്ല. ഇവിടെ നേരെ ഓഫീസ് ചെന്നു, പിന്നെ എങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല. എന്റെ പോക്കറ്റിൽ കിടക്കുന്ന പേഴ്സ് അവിടെ ആരും എടുക്കാൻ പറ്റില്ല. ഇത് അതിശയമായിരിക്കുന്നല്ലോ. അതിശയമൊന്നുമല്ല, ഈ വീട്ടിൽ വെച്ചാ കാശ് പോയത്. ഇവിടെ ആരെടുക്കാനാ ജയപാൽ? അതാ എനിക്കറിയേണ്ടത്. എനിക്ക് മതി. ഇനി കാറിലെങ്ങാനും? ഇല്ലച്ചാ. ചന്ദ്രു, എന്തിനാ നീ രൂപ എടുത്തത്? ഞാൻ എടുത്തില്ല. നീ അല്ലാതെ പിന്നെ ആരാ എന്റെ പേഴ്സ് തപ്പാൻ? മര്യാദക്ക് പറ. ദേ, അറിയാതെങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പറ മോനെ. ഞാൻ അവനോട് ചോദിക്കണ്ട. പൈസ എടുത്തത് അവനല്ല, ഞാനാ. നിങ്ങളോട് ആര് പറഞ്ഞു എന്റെ പേഴ്സ് എടുക്കാൻ? എനിക്ക് പേഴ്സണലായ ഒരു ആവശ്യത്തിന് പണം വേണമായിരുന്നു. ചോദിക്കാതെ എടുക്കുന്നത് മോഷണമാ. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് കളവും തുടങ്ങിയോ നിങ്ങള്? കുറ്റം ഞാൻ സമ്മതിക്കുന്നു. 10,000 രൂപ കട്ടെടുത്തിട്ട് ഒരു കൂസലും ഇല്ലാതെ കുറ്റസംഭവം നടത്തിയാ തീർന്നല്ലോ. നാണമില്ലേ നിങ്ങക്ക്? ചോദിക്കാതെയും പറയാതെയും ഇത്രയും രൂപ എടുക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇപ്പൊ ഇല്ല നിങ്ങൾക്ക്. ഒരാവശ്യം വന്നപ്പോ എടുത്തുപോയി. തിരിച്ചു തന്നേക്കാൻ ഞാൻ. അത് പിന്നീടുള്ള കാര്യം. എന്ത് പറഞ്ഞാലും മോഷണം മോഷണം തന്നെയാ. ഒരിക്കൽ കൂടി അതിന് ക്ഷമ ചോദിക്കുന്നു. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്തുണ്ടായാലും സത്യമറിയാതെ ചന്ദ്രുവിനോട് തട്ടിക്കയറുന്ന സ്വഭാവം നിർത്തണം. ഇതെന്റെ സിൻസിയർ റിക്വസ്റ്റ് ആണ്. പ്ലീസ്. ഇനി ലളിതയാവും, പിന്നെ നീ എന്നാവും വിളി. ആന്റിയമ്മ എന്ന് വിളിച്ചു പോയതാണ് തെറ്റ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിളിപ്പേരിന് അർഹതയില്ലെന്ന് ഞാൻ അറിയാൻ വൈകി. വൈകി അറിയുന്നതും അറിയാതിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നീ എന്നെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും സത്യസ്ഥിതി വേറെയാണെന്ന് കുറെ കഴിയുമ്പോ മനസ്സിലാവും. അങ്ങനല്ലല്ലോ ആന്റിയമ്മേ. ഇത് ലൈവായി ലോകവിവരങ്ങൾ ചൂടോടെ സ്വീകരണ മുറിയിൽ എത്തുന്ന കാലമാണ്. ആർക്കും ഒന്നും അധികകാലം ഒളിച്ചു വെക്കാൻ കഴിയില്ല. പക്ഷേ രഹസ്യമായി ഭായി പ്ലാൻ ചെയ്യുന്നത് രഹസ്യമായി തന്നെ നടന്നിരിക്കും. അങ്ങനെ നടത്താൻ കഴിയാത്തത് തുടക്കത്തിലെ വെട്ടിക്കളയും ഞാൻ.